ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ് കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് എന്തെന്നുള്ളത്. ഇപ്പോൾ നീറ്റ് റിസൾട്ട് വന്ന് എല്ലാവരും വെറീഡായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് നല്ല വെറീഡായിരുന്നു. നാട്ടിൽ MBBS പഠിക്കാന്ന് പറഞ്ഞാൽ നല്ല ചലഞ്ചിങ് തന്നെയാണ്. അതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എക്സ്പോനെ പറ്റി അറിയാൻ പറ്റി, കുറേ കാര്യങ്ങൾ എക്സ്പേർട്ടിൻ്റെ ഇതിപ്പോൾ അറിയാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അബ്രോഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് തോന്നിയ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ നാട്ടിൽ നമ്മളിപ്പം ഏതൊരു മെഡിക്കൽ കോളേജ് നോക്കുകയാണെങ്കിലും 10 ലക്ഷം 12 ലക്ഷം ഒക്കെ ഒറ്റയടിക്ക് അടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ബട്ട് അവിടെ എനിക്ക് തോന്നി ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഈ എക്സ്പെൻസ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ നീറ്റ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും എക്സ്പോ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. അവിടെ ചെന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ലൈക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ നീറ്റ് കഴിഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആൻസർ കിട്ടിയത് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫ്രീലി നമുക്ക് എന്ത് ചോദിക്കാം, കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അബ്രോഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ബട്ട് എക്സ്പോ എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക, ഫീസ് സ്ട്രക്ചർ അന്വേഷിക്കാം, കൺട്രീനെ ചൂസ് ആക്കാം. അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റും.